എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീഹരി വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോ പൂർണ്ണിമ എന്നിട്ട് പറയണം, അതെ ആ ഓട്ടോറിക്ഷ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയണം. അതേപോലെ തന്നെയാണ് ഋതുവും ചെന്ന് പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം അച്ചു വന്നിട്ട് ഋതുവിനോട് പറഞ്ഞു, അതെ അത് പറയാനായിട്ട് നിനക്കെന്താ അവകാശം? നിനക്കുള്ള പോലെ തന്നെയുള്ള അവകാശം എനിക്ക് കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് നീ കൂടുതൽ അധികാരം ഒന്നും എടുക്കണ്ടെന്ന് ഋതുവിനോട് പറയാം. ഇത് കേട്ടോ പൂർണ്ണിമ പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആ ഓട്ടോറിക്ഷ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം അച്ചു പറഞ്ഞു, അല്ലമ്മേ, അമ്മയ്ക്കുള്ള പോലെ തന്നെയല്ലേ അവകാശം എനിക്കുള്ളത്. അമ്മയുടെ വീടായതെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇത് എന്റെയും കൂടെ വീടാന്ന് പറയാ. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്തില്ലെന്ന് അമ്മയ്ക്ക് പറയാനായിട്ട് യാതൊരു വോയിസും ഇല്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു, ഓഹോ, നിനക്ക് അത്രയ്ക്ക് മാത്രം അഹങ്കാരമാണെന്ന് ചോദിക്കും. എന്താ, ഞാൻ എന്താ അഹങ്കാരം എടുക്കാൻ പാടില്ലേ? അതോ നിങ്ങൾക്ക് മാത്രം അഹങ്കാരം പാടുള്ളൂ എന്ന് ചോദിക്കുക. ഇതെന്റെ ഭർത്താവാ ശ്രീഹരി. എന്റെ ഭർത്താവ് കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ ഈ വീട്ടുമുറ്റത്തല്ലാതെ പിന്നെ ഞാൻ എവിടെയോ കൊണ്ടിട്ടുണ്ടെന്ന് ചോദിക്കും. എവിടെ കൊണ്ടിട്ടാലും കുഴപ്പമില്ല, ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ ഓട്ടോറിക്ഷ എവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടത്? മാനത്തെങ്ങാനും ആയിരുന്നോ? ഒരു കാര്യം ചെയ്യ, അവിടെ കൊണ്ടേ അങ്ങോട്ട് ഇട്ടാ മതി എവിടെയാലും. പക്ഷെങ്കില് ഈ പൊന്നുമടത്തിന് മുറ്റത്തിടണില്ലെന്നോ ഞാൻ പറഞ്ഞെന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കിടന്ന് വഴക്കുണ്ടാക്കുന്ന സമയത്ത് പൂർണ്ണിമ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ തന്നെ ഈ ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാനിത് കത്തിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ട് കയറി പോവാണ്. അച്ഛന് ഭയങ്കര വിഷമമായിപ്പോയി. ഋതു സ്വാതിയും കൂടെ അങ്ങോട്ട് പോയി. ശ്രീഹരി പറഞ്ഞു, അച്ചു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്റെ പേരില്. വെറുതെ എന്തിനാ ഒരു ഓട്ടോറിക്ഷയുടെ പേര് ഇങ്ങനെ വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കണേ? അതിന്റെ കാര്യമൊന്നുമില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ശ്രീഹരി അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് അച്ചു ശ്രീഹരിയുടെ അടുത്തേക്ക് വരുവാണ്. ആ സമയം ശ്രീഹരി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ശ്രീഹരി പറഞ്ഞു, സോറി കേട്ടോ ശ്രീഹരി എന്ന് പറയാ. എന്തിന്? അല്ലെങ്കിൽ തന്നെ ഞാൻ അല്ലേ വിചാരിക്കണ്ടേ? കാരണം ഈ പൊന്നുമടം പോലെയുള്ള ഇത്രയും വലിയ വീണ്ടും പറ്റില്ല എന്റെ ഈ ആ പെട്ടി ഓട്ടോറിക്ഷ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനല്ലേ തെറ്റ് ചെയ്തവന്. അതുകൊണ്ട് ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാന്ന് പറയണം. എന്താ ശ്രീഹരി ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. എനിക്കറിയാം ശ്രീഹരിയുടെ വിഷമം എന്താന്ന്. എന്നോട് പൊറുക്കണം എന്ന് പറയാ. ദേ അച്ചു, വെറുതെ വേണ്ടാത്ത സെന്റിമെന്റ്സ് ഒന്നും അടിക്കണ്ട കേട്ടോ, അതിന്റെ ഒന്നും കാര്യമില്ല എന്ന് പറയണ. പിന്നീട് ശ്രീഹരി തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അച്ചുവിന് നീട്ടിട്ട് പറഞ്ഞു, ഇതാന്ന് പറയണ. എന്തേത്? ഇന്ന് ഓട്ടോ ഓടി കിട്ടിയ പൈസയാന്ന് പറയാ. ഇതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ലാന്ന് പറയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ചു ഇത് പിടിച്ചോളാൻ പറയണം. അച്ഛന്റെ കയ്യിൽ ഇരുന്നാ മതി, എന്റെ ഓട്ടക്കയ്യാ, എന്റെ കയ്യിലിരുന്നാ തീർന്നു പോകുന്നു പറയാ. വേണ്ട ശ്രീഹരി എന്ന് പറയാ. അതൊന്നും കുഴപ്പമില്ല, കൈ വെച്ചോ എന്ന് പറയാ. ഇത് കേട്ടപ്പം അച്ഛൻ പറഞ്ഞു, ഈ കുടുംബത്തിലെ ചെലവുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന എന്റെ അമ്മയാണ്. എന്റെ അച്ഛൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പൈസ കൊണ്ടു കൊടുക്കും, അമ്മ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ തന്നെ നോക്കിയും കൊണ്ട് ഓരോന്നോരോന്ന് ചെയ്യും. അധികം തുറിച്ചലുകളോ കാര്യങ്ങളോ ഒന്നും നടത്താതെ അമ്മയാണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു, അതുപോലെ തന്നെയാണല്ലോ അച്ചു എന്ന് പറയാം. പിന്നെ അമ്മയുടെ സ്വഭാവ ഗുണങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാം. അതൊക്കെ നമുക്ക് ഇനിയിപ്പം അറിഞ്ഞ് മനസ്സിലാക്കിയല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ടല്ലേ അച്ചു ഇങ്ങനെ ഒക്കെ നോക്കണേ. ഇനിയിപ്പം പൈസ കൈ കിട്ടി കഴിയുമ്പോഴത്തേനും അറിയാലോ, നമുക്ക് എങ്ങനെ എന്താന്നൊക്കെ അറിയാലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, അത് ശരിയാ, ഈ പൈസ കൊണ്ട് തന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എന്റെ സന്തോഷം ശരിക്കും ഒന്ന് പ്രകടിപ്പിക്കാൻ പോലും ശ്രീഹരിന്റെ അടുത്ത് പറ്റില്ലല്ലോ എന്ന് അച്ചു പറയണം. എനിക്കറിയാം അച്ചു എന്താ ഉദ്ദേശിച്ചെന്ന്. ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട, കാരണം എന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടെ വേണമെന്ന് പറയാം. അച്ചു പറഞ്ഞു, ഞാൻ ശ്രീഹരിയുടെ ഭാര്യ എന്നുള്ള ചിന്ത വേണമെന്ന് പറയാം. അതെ എനിക്കറിയാം അച്ചു, ഒരു കുറച്ച് നാളും കൂടെ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യേ, അപ്പോഴേക്കും എല്ലാം ഓക്കെ ആവും, എന്റെ മനസ്സൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് പോകുമ്പോ അച്ചു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വിശ്വജിത്തിനെ പല്ലവി വിളിപ്പിച്ചിട്ട് വിശ്വജിത്തിനോട് പറഞ്ഞു, അല്ല കാര്യങ്ങളൊക്കെ അറിയാലോ നിനക്ക്, കാരണം എന്റെ അച്ഛൻ വെറൊരു മാഷ് മാത്രമാണ്. ഞങ്ങളുടെ 2 പെൺമക്കളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച, പക്ഷെ എന്റെ ജീവിതം അങ്ങനെയായിപ്പോയി. അതിന്റെ കാരണക്കാരൻ നിന്റെ ചേട്ടനാന്ന് അറിയാലോ. പക്ഷെ എന്റെ അനിയത്തിയുടെ ജീവിതം കൂടെ ഇനി തകരാനായിട്ട് എനിക്ക് സമ്മതമല്ലെന്ന് പറയാം. ഇത് കേട്ടൻ വിശ്വജിത്ത് പറഞ്ഞു, എനിക്കറിയാം ചേച്ചിയുടെ മാനസിക വിഷമം എന്താന്ന്, പക്ഷെ എങ്കില് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചേച്ചി എന്ന് പറയാം. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രസക്തി, അറിയാലോ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും ഒരു വേദന ഉണ്ടാവരുതെന്ന് പറയാം. ഇല്ല, ഇനിയിപ്പം ഞാനായിട്ട് ആർക്കും ഒരു വേദന ഉണ്ടാക്കുന്നില്ല എന്ന് വിശ്വം പറയണം. ഇനിയിപ്പം ചേച്ചി പറഞ്ഞാലും അവളെ കാണാതിരിക്കണോ? ഞാൻ കാണാതിരിക്കാം, ഞാൻ അങ്ങനെ ഇനി അവളെ കാണാനൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ചേച്ചി കാരണമാണ് ഞാൻ അവളോട് സംസാരിക്കാതിരിക്കണേ മിണ്ടാതിരിക്കണേന്ന് ചേച്ചി അവളോട് പറയില്ല കേട്ടോ, കാരണം അത് അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്ന കാര്യമെന്ന് പറയാം. ഞാനും പറയാൻ പോകുന്നില്ലെന്ന് പറയാണ്.
ആ സമയം ഇന്ദ്രനും ഇന്ദ്രന്റെ കൂട്ടുകാരനും കൂടെ ആ വഴി വരുന്നേ. പെട്ടെന്ന് ഇന്ദ്രന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ നിന്റെ ഭാര്യ ഇല്ലടാ ഇരിക്കണേന്ന് ചോദിക്കാം. അതേലോ, നിന്റെ അനിയനും ഉണ്ടല്ലോ. ഈ ഇരിപ്പ് എന്തിനുള്ളാന്ന് എനിക്ക് അറിയാടാ മോനെ. എന്റെ അനിയന് ചെറിയ ചുറ്റിക്കളിയുണ്ട് ഇവളുടെ അനിയത്തിയായിട്ട്. മിക്കവാറും കാണല്ലേ മിണ്ടല്ലെന്ന് ഒക്കെ പറയാൻ വേണ്ടി വന്നതായിരിക്കും, വിളിപ്പിച്ചായിരിക്കും എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു കളിയുണ്ട് മോനെന്ന് പറയണേ. എന്ത് കളി? നീ കണ്ടു, നമുക്ക് നോക്കാന്ന് പറയണം. പിന്നീട് അവിടുന്ന് വിശ്വജിത്ത് ഇറങ്ങുവാണ്. പല്ലവിനെ കണ്ടിട്ട് ഇറങ്ങി പുറത്തേക്കാണ്ട് വന്നിങ്ങ് നടക്കുന്ന സമയത്താണ് അവന്റെ ഫോൺ ബെല്ലടിക്കണേ. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പാറുവാ വിളിക്കുന്നത്. എടാ ഇപ്പൊ നോക്കിക്കോ, ഇപ്പൊ തന്നെ കണ്ടോ, മിക്കവാറും അവളായിരിക്കും വിളിക്കുന്നത്. അവന് കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല. കോൾ എടുക്കില്ല എന്നൊക്കെ പല്ലവിയോട് പറഞ്ഞു കാണുമായിരിക്കും, പക്ഷെ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ കോൾ എടുക്കുമെന്ന് പറയണം. അങ്ങനെ കോൾ എടുത്തു. കണ്ടില്ലേ, കോൾ എടുത്തു. ഇനി ഇപ്പൊ നമുക്ക് ഇവനെ ഫോളോ ചെയ്ത് വാ. ഇപ്പൊ തന്നെ കണ്ടു ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുമെന്ന് പറയണം. എന്തിന്റെ കണക്കൂട്ടലുകളൊക്കെ ശരിയായിരുന്നു. രണ്ടുപേരും കൂടെ കടപ്പുറത്ത് വെച്ച് കണ്ടുമുട്ടുവാണ്. അപ്പോഴേക്കും വിശ്വത്തും പാറുവിന്റെ അടുത്ത് പറഞ്ഞു, അതെ നിന്റെ ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിന്റെ ചേച്ചി എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാം. എനിക്കറിയാം ചേച്ചി എന്ത് കാര്യങ്ങളാ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു. അത് പിന്നെ പാറുവിന്റെ നന്മയെ കരുതിയിട്ടായിരിക്കും ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഇനി നമ്മൾ രണ്ടു കാണരുത് മിണ്ടരുതെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടതും പാറു ചോദിച്ചു, അല്ല വിശ്വത്തിന് അങ്ങനെ തോന്നുന്നുണ്ടോ, നമ്മൾ തമ്മിൽ കാണാതിരിക്കാം മിണ്ടാതിരിക്കാം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അത് പിന്നെ ഞാന് വിശ്വം എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. നമ്മൾ നല്ല ഫ്രണ്ട്സ് മാത്രമല്ലേ. കാരണം ഇതുവരെയായിട്ടും തെറ്റായ രീതിയിലൊന്നും നമ്മൾ പെരുമാറുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലോ. പിന്നെ ആരെ എന്തിനാ പേടിക്കണേ? അതിന്റെ കാര്യമൊന്നുമില്ല. ആരെങ്കിലും പറഞ്ഞ ഉടനെ തകരുന്നാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിക്കുക. എല്ലാം കേട്ട് ഞാൻ വിശ്വം പറഞ്ഞു, ഞാനും അതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വിശ്വം. എന്റെ വീട്ടുകാരെ എന്തിനാ വിശ്വം പേടിക്കുന്നത്? എന്റെ ചേച്ചിനെയോ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് വിശ്വതൻ ധൈര്യം കൊടുക്കുകയാണ്. ഈ സമയം ഇന്ദ്രൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെയല്ല നീ അവിടെ ചെന്ന് ചെയ്യണം. നീ അങ്ങോട്ട് ചെല്ല്. പ്രശ്നമാകുമോ? ഒരു പ്രശ്നം ആകത്തില്ല. നീ ധൈര്യപൂർവ്വം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് കൂട്ടുകാരനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. പിന്നീട് ഇന്ദ്രന്റെ കൂട്ടുകാരൻ അവരുടെ അടുത്തേക്ക് വരുവാണ്. വന്നിട്ട് പാറുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, നിന്നെ ഞാന് കുറെ നാളുകളായിട്ട് കാത്തിരിക്കുന്നു. പിന്നീട് വിശ്വത്തിനോട് പറഞ്ഞു, ഇവളെന്റെ പെണ്ണായിരുന്നു പറയണേ. അതെ ഇവളെന്റെ പെണ്ണായിരുന്നു, ഇവളെന്റെ കാമുകിയ. കുറെ കാലം ഞാൻ ഇവളെ കൊണ്ടു നടന്നാന്ന് പറയണേ. ഇത് കേട്ട വിശ്വത്തിനൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് പാറു പറഞ്ഞു, നിങ്ങൾ ആരാ, എന്താ ഈ പറയണേ? എനിക്ക് നിങ്ങളെ അറിയത്ത് പോലും ഇല്ലോന്ന് പറയാം. വെറുതെ കള്ളത്തരം പറയാതി. കുറെ കാലം എന്റെ കൂടെ നടന്നിട്ട് ഇപ്പൊ എന്നെ അറിയത്തില്ലെന്നോ? പുതിയൊരുത്തനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നീ എന്നെ മറന്നുപോയി അല്ലേന്നൊക്കെ ചോദിക്കുകയാണ്. വിശ്വത്ത് പറഞ്ഞ, അനാവശ്യം പറയരുത്, നീ കാള് മാറിയതായിരിക്കും എന്ന് പറയാം. ഒരാളും മാറിയിട്ടില്ല, ഇവള് തന്നെ ആള്. എനിക്ക് മാറിപ്പോകത്തൊന്നുമില്ല. ഇപ്പഴെന്നിട്ട് എന്നെ നൈസായിട്ട് തേച്ചിട്ട് ഇതേ നിന്റെ കൂടെ വന്നിരിക്കുന്നു. നാണോ ഇല്ലാത്തവള്, ഇങ്ങോട്ട് പാടിയെന്ന് പറഞ്ഞാൽ കയ്യിൽ കയറി പിടിക്കുക. അപ്പോഴേക്കും വിശ്വത്ത് പറഞ്ഞു, കയ്യെന്ന് വിടാന്ന് പറയണ. കയ്യെന്ന് വിട്ടില്ല എന്ത് ചെയ്യും? ഇവൾ എന്റെ പെണ്ണാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിശ്വത്തിനെ സഹിച്ചില്ല. വിശ്വം എന്ത് ചെയ്യണം, ആ കൈ അങ്ങോട്ട് വിടുവിച്ചിട്ട് അവന്റെ പുറന്നോക്കി ഒറ്റ ചവിട്ടായിരുന്നു. അവൻ തെറിച്ചടിച്ച് വീണു. പിന്നീട് അവന്റെ മേലെ അങ്ങ് സംഹാര താണ്ഡവമാടുവാണ്. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി. നല്ല രീതി ഇടിയൊക്കെ കിട്ടി. ഇന്ദ്രന് മനസ്സിലായി പണി പാളി എന്നുള്ള കാര്യം, കളി കാര്യമായതെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് തനിക്കൂട്ടും കൂടെ തല്ലി കിട്ടുമെന്ന് ഇന്ദ്രന് തോന്നുകയാണ്. പിന്നീട് സത്യം പറയടാ, നീ ആരാ, എന്തിനാ വന്നേന്ന് ചോദിക്കുക. അയ്യോ എന്നെ തല്ലല്, ഞാനാ ഇന്ദ്രജിത്ത് പറഞ്ഞിട്ട് വന്ന നിന്റെ ചേട്ടൻ. അവൻ എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യാനായിട്ട് പറഞ്ഞ. ഈ പെങ്കുച്ചിനെ എനിക്ക് അറിയത്ത് പോലും ഇല്ലെന്ന് പറയണ. നാണമില്ലാത്തവനെന്ന് പറയണ. പിന്നീട് അവനെ അങ്ങോട്ട് വിട്ടു കഴിയുമ്പോഴത്തേനും അവനിങ്ങനെ ദയനീയമായിട്ടൊന്ന് നോക്കുവാണ് വിശ്വത്തിനെ. ആ സമയം വിശ്വം പറഞ്ഞു, ഇവൾ എന്റെ പെണ്ണ, ഇനി ഇവളുടെ നേർക്കവനും വന്നാണ്ടല്ലോ നിന്നെ ഞാൻ ഭൂമിക്ക് വിധ വെച്ചേക്കില്ലെന്ന് പറയണ. ജീവനം കൊണ്ട് ഓടി അവൻ ഇന്ദ്രന്റെ അടുത്തേക്ക് എത്തുവാണ്. ഇന്ദ്രന്റെ ആ സെക്കൻഡിൽ തന്നെ കാറ് കൊടുത്ത് അവിടുന്ന് സ്റ്റാൻഡ് വിടുവാണ്. പാറുവിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ തനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരാള്. പിന്നീട് വിശ്വത്ത് പറഞ്ഞു, അതെ പേടിക്കൊന്നും വേണ്ടാന്ന് പറയണ. പേടിയോ? എനിക്കോ? അതെ എനിക്ക് പേടിയൊന്നുമില്ല. എനിക്കിപ്പോ കൂടുതൽ ധൈര്യമാണ് വന്നേ. വിശ്വത്തിന്റെ കൂടെ ഞാൻ സേഫ് ആയിരിക്കും എനിക്ക് മനസ്സിലായി. എവിടെ വെള്ളം ധൈര്യപൂർവ്വം വരാമെന്ന് മനസ്സിലായി. പിന്നീട് പറഞ്ഞു, കേറ്, ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ അവിടെ കൊണ്ട് ഇറക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറുവിനെ കെട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോണ സമയത്ത് പല്ലവി ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിൽക്കുവാണ്. അപ്പൊ പല്ലവി കണ്ടു ഇവർ രണ്ടുപേരും കൂടെ പോകുന്നേ. അപ്പൊ വിശ്വത്തോടല്ലേ താനിപ്പോ അവളെ കാണലെന്ന് പറഞ്ഞേ. എന്നിട്ട് കണ്ടിരിക്കുന്നു. പിന്നീട് പാറുവിനെ വിളിക്കുവാണ്. പാറുവിനോട് വിളിച്ചിട്ട് പല്ലവി ചോദിച്ചു, അല്ല പാറു നീ ഇതെവിടെയാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ചേച്ചി ഞാൻ ഓഫീസിലാന്ന് പറയണ. ശരി, തിരക്ക് കഴിയുമ്പോൾ നീ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് പല്ലവി കോള് കട്ട് ചെയ്യണം. ആ സമയം വിശ്വം ചോദിച്ചു, എന്തിനാ കള്ളം പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ചേച്ചി പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അതെ ഒരു കള്ളം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ പുറകെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഉള്ള സത്യാവസ്ഥ അങ്ങ് പറഞ്ഞിരിക്കുവാണെങ്കിൽ അതിന്റെ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറയാം.
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് സങ്കടാവും. ചേച്ചിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനത് പറയായിരുന്നേ. വെറുതെ എന്തിനാ? എന്നാലും വേണ്ടിയിരുന്നില്ല. നമ്മൾ എന്തിനാ കള്ളത്തരം പറയണേ? അതിന്റെ കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ട പാർവതി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ വിശ്വം. പക്ഷെ എന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷെ ഈ പറയുന്ന ചേച്ചിയോ എന്റെ അച്ഛനും അമ്മയൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാ, വേറെ നിവൃത്തിയില്ലാതുകൊണ്ടാ ഞാനിതൊക്കെ പറഞ്ഞതെന്ന് പറയാം. പിന്നീട് വിശ്വത്ത് പറഞ്ഞു, എനിക്ക് വീട്ടിൽ കൊണ്ടേ ആക്കണമെന്നുണ്ട്. പക്ഷെ അറിയാലോ, നിന്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞിട്ടാ. ഇത് കേട്ടപ്പോ പാർവതി പറഞ്ഞു, വേണ്ട വേണ്ട, എന്നെ ഇവിടെ വിട്ടാ മതി, ഞാൻ എന്നെയും കൂടെ നടന്നു പോയിക്കൊള്ളാന്ന് പറയാണ്. അങ്ങനെ വിശ്വം അങ്ങോട്ട് പോയി. പാർവതി വീട്ടിലേക്ക് നടന്നു പോണ സമയത്ത് പല്ലവി പുറകെ വരുവാണ്. പല്ലവി പുറകെ വന്ന് പാറുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇത്ര പെട്ടെന്ന് നീ ഓഫീസിൽ നിന്ന് ഇവിടെ എത്തിയെന്ന് ചോദിക്കാം. ആ എത്തി, എനിക്ക് ഒരു വണ്ടി കിട്ടിയായിരുന്നു, അതാ പെട്ടെന്ന് എത്തിയെന്ന് പറയാം. അതിത്ര പെട്ടെന്നായി പോയല്ലോ എന്ന് പല്ലവിയെ ആക്കിയൊരു വർത്താനം പറയാനോ പാറുവിനോട്. സത്യം പറ പാറു, നീ എന്നെ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടല്ലേ? എന്നോട് കള്ളത്തരം പറയാനും തുടങ്ങിയല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട പാറുവിന് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് പാറു പറഞ്ഞു, അത് പിന്നെ ചേച്ചി വഴക്ക് പറയുമെന്ന് കരുതിയിട്ടാ ഞാൻ. വേണ്ട, ഇനി എന്നോട് കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായെന്നൊക്കെ പല്ലവി പറയാണ്. പറഞ്ഞു ചെയ്യുന്നത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ട പാറു പറഞ്ഞു, ചേച്ചി ഞാൻ ചെയ്യുന്നത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ മനസ്സ് വേറൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത്ര ഞാനിങ്ങനെ ഓപ്പണായിട്ട് പെരുമാറുന്നത്. പിന്നെ ചേച്ചി സേതുവേട്ടൻ തമ്മിലുള്ള ഇഷ്ടം എങ്ങനത്തെ ഇഷ്ടമാണ്? അത് ഫ്രണ്ട്ഷിപ്പാന്നല്ലേ പറയണേ. പക്ഷെ നിങ്ങൾക്ക് തമ്മിൽ കാണാതിരിക്കാൻ പറ്റുമോ? മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാ സേതുവേട്ടനെ പോലെ ഒരാളാ ഈ വിശ്വം എന്ന് പറയണം. സേതുവേട്ടനെ പോലെ ഒരാള് ഒരിക്കലും അല്ല. ഈ വിശ്വം ആരുടെ അനിയനാന്ന് നിനക്കറിയാലോ? ഇന്ദ്രന്റെ ആന്ന് പറയണം. അതിനിപ്പോ എന്താന്ന് ചോദിക്കുവാണ്. ആരുടെ ആണെങ്കിലും ഒരു കാര്യമുണ്ട്, സ്വഭാവം മാത്രം നോക്കിയ പോലെ ചേച്ചി, വേറെന്തിനാ? ഇന്ദ്രനെ പോലെ അല്ലേ വിശ്വം എന്ന് പറയാം. ഇതേ പാറു, നിനക്ക് ഞാൻ പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്തതെന്ന് ചോദിക്കുവാണ്. പിന്നീട് പാറു പറഞ്ഞു, ചേച്ചി എനിക്ക് എന്താണെങ്കിലും വിശ്വത്തിനെ കാണാതിരിക്കാൻ പറ്റില്ല, സംസാരിക്കാതിരിക്കാനും പറ്റില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിന് പ്രത്യേകിച്ച് റീസൺ ഉണ്ടോന്നും എനിക്കറിയില്ല. പക്ഷെ അവൻ നല്ലവനാ, ഞാൻ കണ്ടെടുത്തോളം വെച്ച അവൻ നല്ലതെന്ന് പറയാണ്. പിന്നീട് പല്ലവിനെ കെട്ടിപ്പിടിക്കുവാണ് പാറു. പല്ലവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. സോറി ചേച്ചി, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിന് വിഷമിപ്പിച്ചില്ല, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറയാണ്. ആ സമയം വിശ്വത്ത് ആകെപ്പാടെ കട്ടക്കലിപ്പില് വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴേക്ക് ഇന്ദ്രൻ അവിടെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുവാണ്. ചെന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇതുപോലത്തെ വൃത്തിയായിട്ട് പണിയായിട്ട് വന്നോണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ആ സമയം ഹെഡ്ഫോണ് ചെവിന്ന് അങ്ങ് എടുക്കുവാണ്. ഇന്ദിരയത്ത് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുവല്ലായിരുന്നു. എന്താടാ നീ പറഞ്ഞേ? അതെ, ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് മാർഗദർശനമായിട്ട് നിങ്ങൾ വരില്ലെന്ന് പറഞ്ഞ് മനസ്സിലായെന്ന് ഇന്ദ്രനോട് ചോദിക്കുക. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യുന്ന? ഒന്നും ചെയ്തില്ലല്ലേ? ദേ, പെൺകുട്ടികളോടൊക്കെ പെരുമാറുമ്പോൾ ഇത്ര അന്തസ്സോ അഭിമാനത്തോടെ പെരുമാറണം. നിങ്ങളോ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു, എന്റെ ജീവിതം കൂടെ നശിപ്പിക്കാനുള്ള പുറപ്പാടാണെന്ന് ചോദിക്കുക. നീ എന്താടാ പറയണേ എന്ന് ചോദിച്ചാൽ ഇന്ദ്രൻ അങ്ങോട്ട് എഴുന്നേക്കുവാണ്. നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കാനോ? ഒരിക്കലും ഇല്ലാന്ന് പറയണേ. നീ കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ കൂടെ ഊരി ചുറ്റുവാൻ പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇന്ദ്രൻ ചോദിക്കുക. കണ്ട പെണ്ണുങ്ങളോ? അത് പാറുവാന്ന് പറയാണ്. ഈ പാറു വെള്ളം കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് ഇന്ദ്രൻ പറയാണ്. ഇവരുടെ ഒച്ചപ്പാടും വേളം കൊട്ടും രാജലക്ഷ്മി വന്നിട്ട് എന്താ കാര്യം ചോദിക്കണം. ദേ, ഇവന് ഭ്രാന്ത അമ്മയെന്ന് ഇന്ദ്രൻ വിശ്വത്തിനെ നോക്കിയിട്ട് പറയാം. അത് ഭ്രാന്ത ആർക്കാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാന്ന് പറയാം. ഇവൻ ഏതോ ഒരു പെണ്ണിന്റെ പുറകെ പോന്നു. ഏതോ പെണ്ണല്ല, എന്റെ പാറുവാന്ന് പറയണ. നിന്റെ പാറുവോ എന്ന് രാജലക്ഷ്മി ചോദിക്കുക. അവളെ കുറിച്ച് ആരും അനാവശ്യം പറഞ്ഞാലോ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയാം. അപ്പൊ ആ സമയത്ത് ചേട്ടനാന്ന് ഞാൻ നോക്കത്തില്ല എന്ന് പറയാം. ഓ, നീ എന്നെ തല്ലുവാടാ? തല്ലടാ, കൊല്ലുവോ? എങ്കിൽ നീ കൊല്ലടാന്ന് പറയാം. നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്ത, അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന പറയാം. ഈ സമയം രാജലക്ഷ്മി പറഞ്ഞു, വിശ്വം നീ അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്താണെന്നറിയോ? വല്ല മരുന്നും മേടിച്ചു കൊടുത്ത് ഇയാളുടെ ഭ്രാന്ത് മാറ്റാൻ നോക്ക്. അല്ലാതെ ഇയാൾക്ക് ഇനിയും ഭ്രാന്ത് മൂത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിശ്വത്തെ ചാടത്തുള്ളി അങ്ങോട്ട് കയറിപ്പോവാ. ഇന്ദ്രൻ ചെന്ന് രാജലക്ഷ്മിയോട് ചോദിച്ചു, സത്യം പറഞ്ഞേ എനിക്ക് ഭ്രാന്താണെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് പറമ്പേ ഭ്രാന്താണോ? ഇത് കേട്ടത് കഴിയുമ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, ഇവന്മാർ എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന എനിക്ക് തോന്നേ. മനുഷ്യ ഒരു സമാധാനം കിട്ടുന്നില്ലോ എന്റെ ഭഗവാൻ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം പൊന്നുമടത്തിലെ പല്ലവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കാണ് സേതുമാധവൻ അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവി ആലോചിച്ചിട്ടുണ്ടെന്ന പാറുവിനെ കുറിച്ചായിരുന്നു, അവളുടെ ജീവിതത്തെ കുറിച്ചായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.